തങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാൻ, ഇഷ്ടം അറിയിക്കാൻ തങ്ങളുടെ മദീനയുടെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, നമ്മയെല്ലാം അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ എല്ലാ സ്നേഹികളെയും അവന്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കട്ടെ. നരകത്തെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കണം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കാവലും ഹിഫ്ളും അല്ലാഹു പ്രദാനം ചെയ്യണം. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാതാപിതാക്കളിൽ, ഭാര്യ മക്കളിൽ, സ്നേഹജനങ്ങളിൽ, ഈ പരിപാടിയുടെ സഹകാരികളിൽ, ഗുണകാംക്ഷികളിൽ, നമ്മുടെ സ്ഥാപന സംഘടനാ ബന്ധുക്കളിൽ, രോഗികൾക്ക് അല്ലാഹു ആജിലായ പൂർണ്ണമായ ശിഫ നൽകട്ടെ. രോഗം വരാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇതൊരു വല്ലാത്ത അനുഗ്രഹത്തിന്റെ മാസമാണ് റബീഉൽ അവ്വൽ. വരുന്നതിന് മുന്നേ മീലാദ് പ്രഖ്യാപന, സ്വീകരണ സമ്മേളനങ്ങളും റാലികളും നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമായി നടന്നു. ഇപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാം. ഇനി റബീഉൽ അവ്വൽ കഴിഞ്ഞാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ റാലികളും മറ്റൊന്നും തീർന്നില്ല. എന്റെ നാടിന്റെ അടുത്ത് ഇന്നിപ്പോ മീറ്റിംഗ് കൂടെ വലിയൊരു പരിപാടി തീരുമാനിച്ച ശേഷം റബീഉൽ അവ്വൽ 2-3 മാറ്റം ഡേറ്റ് നോക്കും. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പോയിരുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം കൊല്ലത്തിൽ ഇരുന്നു വരുന്ന അതിഥിയായിട്ടല്ല തങ്ങളെ മുഅ്മിനീങ്ങൾ കാണേണ്ടതും. റബീഉൽ അവ്വലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് തന്ന ഒരു സന്തോഷം ഈ മാസത്തിലാണ്. അത് 12-നാണ്. അത് സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്തിന്റെ പ്രത്യേകത, ആ ദിവസത്തിന്റെ പ്രത്യേകത, ആ മാസത്തിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയും ദർശനത്തെയും സമൂഹത്തിൽ ഇത്രമാത്രം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു സമയമില്ല. തങ്ങളുടെ ജനന സമയം, പരിസരം, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ശ്രദ്ധ ക്ഷണിക്കാൻ പറ്റുന്ന അവസരമായിട്ടാണ് മുൻഗാമികളും നമ്മളും ഇനിയുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരും കാണുന്നതും കാണാൻ പോകുന്നതും. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. തങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഉണ്ടാകേണ്ടുന്ന ബന്ധമല്ല. എല്ലാ സമയത്തും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മയില്ലാതെ മുഅ്മിനായ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന സമയങ്ങളിലൊക്കെ മുത്തുനബിയെയും ഓർമ്മിച്ചോളണം, ലഭ്യമാനില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിക്കാതെ അല്ലാഹുവിലേക്കുള്ള ഓർമ്മ പൂർത്തിയാകില്ല. നിങ്ങൾ നോക്കൂ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരം എന്തിനാണ് അല്ലാഹു തആല പറഞ്ഞത്? അഖിമിസ് സ്വലാത്ത ലിദിക്രി,
എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കരിക്കണമെന്നാ പറഞ്ഞത്. ആ നിസ്കാരം തന്നെ സ്വഹീഹാകണമെങ്കിൽ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ, തങ്ങളെ പരാമർശിക്കാതെ, തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു നിസ്കാരമില്ല. ആകയാൽ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി നിർണയിക്കപ്പെട്ട നിസ്കാരത്തിന്റെ പൂർണ്ണതയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിക്കണമെന്ന് പറയുക മാത്രമല്ല അല്ലാഹു തആല ചെയ്തത്, തങ്ങളെ നമുക്ക് സമ്മാനിക്കുക മാത്രമല്ല ചെയ്തത്, കൂട്ടിപ്പിടിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്നു മക്തൂം എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു. അവരൊക്കെ സ്വർഗ്ഗത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകത, മഹാനവറുകൾക്ക് കാഴ്ച ശക്തി ഇല്ലായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത കുരുടനായ സ്വഹാബിയാണ് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. സുബഹിയുടെ ബാങ്ക് മഹാനവറുകളാണ് മദീനത്തെ പള്ളിയിൽ വിളിക്കുക. സുബഹിയുടെ ബാങ്ക് വിളിക്കാനുള്ള ഡ്യൂട്ടി മൂപ്പർക്കാണ്. മറ്റുള്ളവർ ചോദിക്കുന്ന അലാറം അടിക്കാൻ വേണ്ടി ഇന്ന് സംവിധാനമുണ്ട്, സെറ്റാക്കി വേറൊരാളെ കൊടുത്താൽ മതി, അലാറം അടിച്ചാൽ ബാങ്കിന്റെ സമയമാണെന്നറിയാം. അതേ സമയത്ത് ബാങ്ക് കറക്റ്റായി കൃത്യമായി എല്ലാ ദിവസവും ബാങ്ക് വിളിക്കുമ്പോൾ കൂട്ടുകാരായ സ്വഹാബികളിലും മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നല്ല, ഇരുട്ടുള്ള സമയത്ത് ഒരു നിലക്കും കാഴ്ചയുള്ളവർക്ക് തന്നെ അക്കാലത്ത് സുബഹിന്റെ സമയമായി എന്നറിയാൻ വേണ്ടി വലിയ പണിയാണ്. ആ സമയത്ത് കാഴ്ചയില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നത്? മഹാനവറുകളുടെ മറുപടി നിങ്ങൾക്ക് എന്താണ് സംശയം? ആ സമയത്താണ് സ്വർഗത്തിൽ മലക്കുകൾ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്. അവർ ഉറക്കെ പറഞ്ഞുകൊണ്ട് തുറക്കാൻ എന്താണ് അവർ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ സുബഹിയുടെ സമയത്താണ്, സുബഹി ബാങ്കിന്റെ സമയത്താണ് സ്വർഗവാതിൽ തുറക്കുന്നത്. ആ തുറക്കുന്ന സമയത്ത് അവർ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാത്രമല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നേ അങ്ങനെ തന്നെയാണ്. റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ മേലെ എഴുതി വെക്കപ്പെട്ട പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ പറയുന്നിടത്തെല്ലാം തങ്ങളെ അല്ലാഹു തആല ചേർത്തു പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വലാത്തു ചൊല്ലിയിട്ട് ആദം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, ആദം നബിയെ നിങ്ങൾ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ പരിചയപ്പെട്ടത്? അപ്പോഴാ പറയുന്ന അർശിന്റെ മേലെ ഞാൻ സ്വർഗത്തിൽ വായിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ പേരിന്റെ കൂടെ എഴുതി വെക്കുന്ന പേരൊരു ചെറിയാളെ പേരാവൂലല്ലോ അല്ലാഹ്. അതുകൊണ്ടാണ് ആ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയത്. എപ്പോഴായാലും മകനേക്കാൾ ബഹുമാനമേറെ വേണ്ടത്, മകനേക്കാൾ ഏറെ ബഹുമാനം വേണ്ടത് ബാപ്പക്കാണ്. പക്ഷെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുമ്പോൾ എല്ലാ ബാപ്പമാരെക്കാളും ബഹുമാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫമൂസാ വഈസാ والخليل وآدم ونوح وإدريس به قد تشرفوا. മുൻകാലത്ത് കഴിഞ്ഞുപോയ ഉരുളതിൽപ്പെട്ടവരുമല്ലാത്തവരുമായ എല്ലാ നബിമാരുമില്ലേ, ആ നബിമാര് മുഴുവനും ബഹുമാനം പറഞ്ഞു. ആ നബിമാര് മുഴുവനും ബഹുമാനം പറഞ്ഞു. ബിതൗറാത്തി മൂസാ നഅതുഹു വസിഫാതുഹു വഇൻജീലു ഈസാ ഫിൽ മദഇ മുത്ലിബു. പൂർവകാല അമ്പിയാക്കളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം അവർക്ക് പഠിപ്പിക്കപ്പെട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ മുഅ്മിനീങ്ങളായ അവരുടെ സ്വഹാബ്, അതിന്റെ പേര് ഇസ്ലാമിന്റെ മക്കൾ, അവിടുത്തെ സ്വഹാബും കൂടിയാണ്. ശേഷം വന്ന അമ്പിയാക്കളെല്ലാവരും അവരുടെ ഉമ്മത്തിനോട് മറക്കാതെ പഠിപ്പിച്ച പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം അതെപ്പോഴും കടന്നു വരുന്ന ബന്ധമാകണം. ഒരു സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം മുറിഞ്ഞു പോകാൻ പാടില്ല. കാരണം നമ്മളുടെ ഏറ്റവും വലിയ ബഹുമാനം എന്താണ്? നീ ആരാണ് എന്ന ചോദ്യത്തിന്, നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്നത്. കേരളത്തിൽ ഒരു MLA ഉണ്ടെങ്കിൽ അയാളെ വേറൊരാളൊന്ന് തോണ്ടിയപ്പോ അയാളെ ഉപ്പാനെ വെച്ചിട്ട് ബഹുമാനം പറഞ്ഞു. നെഹ്റു എന്റെ പേർക്കാ താമസിച്ചത്, എന്റെ ഉപ്പാന്ന് പറഞ്ഞാൽ അനുസരിച്ച ആളാണ്.
ഉപ്പാനെ പറഞ്ഞിട്ടാണ് അയാൾ ഉസ്താദെന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്ക്, ഏറ്റവും വലിയ ബഹുമാനം നമ്മൾ ഇന്ന ആളുടെ ആളാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ബഹുമാനം. എന്റെ ബാപ്പയിലേക്ക് ചേർത്ത് പറയുമ്പോൾ എനിക്ക് ബഹുമാനമുണ്ട്, എനിക്കതിൽ പവറുണ്ട്, ഇന്നാളെ മോനാണ്. അതേ സമയത്ത് എല്ലാവരും പരിഗണിക്കുന്ന ഒരാളുടെ ആളായാൽ, അത് ഏത് സൃഷ്ടികളും ബഹുമാനിക്കുന്ന ആളായാൽ, ദുനിയാവിലും ആഖിറത്തിലും അത് ബഹുമാനം തന്നെ. ഫഖർനാ ബിജാഹിൽ മുസ്തഫ കുല്ല ഉമ്മത്തിൻ അലൈഹിം ലനാജാഹും വമജ്ദും മുദഅഫൂ. നമ്മുടെ ബഹുമാനം, നമ്മുടെ ഇസ്സത്ത് എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫതൂഫു ഫമാ തൽഖൗന ശിബ്ഹ മുഹമ്മദി വലാ മിത്ലുഹു ബൈനൻ നബിയ്യിന യുറഫൂ. ചരിത്ര വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കൂ, സഞ്ചാരികളെ നിങ്ങൾ ലോകത്ത് സഞ്ചരിക്കൂ. ഫമാ തൽഖൗന ശിബ്ഹ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയൂല. അതുപോലുള്ള ആളെയും കണ്ടെത്താൻ കഴിയൂല. അമ്പിയാക്കളിൽ തന്നെ ഇല്ല, പിന്നല്ലേ മറ്റുള്ളവരിൽ നിങ്ങൾ തിരയുന്നത്? ഏറ്റവും വലിയ ബഹുമാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിൽ ഒരു ടീം ഇങ്ങനെ പാറിക്കളിക്കുമ്പോ ഹസനത്തുൽ ജന്നത്ത് അവരോട് ചോദിക്കും, സ്വർഗത്തിലെ പാറാവുകാർ നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാ വന്നത്? നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? അതിനവരെ മറുപടി, നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല. നിങ്ങൾ സ്വറാത്ത് പാലം കടന്നിട്ടില്ലേ? ഞങ്ങൾ അതും കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ബഹുമാനത്തിലെത്തിയത്? നിങ്ങൾ ആരാണ്? അതിന് ആ സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ടീമിന്റെ മറുപടി, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാ. ദുനിയാവിലെ രഹസ്യമായിട്ട് അല്ലാഹു ഇബാദത്ത് ചെയ്തപ്പോ ആഖിറത്തിൽ ആരും അറിയാതെ രഹസ്യമായി സ്വർഗത്തിൽ എത്തിച്ചതാണ്. അഡ്രസ് എന്താണ്? മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഫൈന എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബി നടന്നു പോകുമ്പോഴാണ് സിംഹം മുന്നിലേക്ക് ചാടുന്നത്. ഒരു സിംഹം ചാടിയാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല, പണിയെടുത്ത് മുമ്പരങ്ങ് പോകും. അതേ സമയത്ത് ആക്രമിക്കാൻ വന്ന സിംഹം നല്ല ഉഷാറായിട്ട് ഗർജിച്ച് മുന്നിലേക്കുമ്പോ സ്വഹാബിയായ സുഫൈന റളിയല്ലാഹു തആല അൻഹു ആദ്യം തന്നെ കലിമത്ത് നാവിൽ നിന്ന് വന്നത്, ഇത്തഖീ അന മൗലാ റസൂലില്ലാഹ്. സൂക്ഷിച്ചോ സിംഹമേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ് എന്ന് പറയുമ്പോഴേക്ക് സിംഹം അതിന്റെ എല്ലാ ഗൗരവങ്ങളും ചുരുക്കിയിട്ട് ഈ സ്വഹാബിക്ക് ബോഡി ഗാർഡായി നടന്നു ആ ചരിത്രത്തിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ് എന്ന് പറയുമ്പോ ഈ സിംഹത്തിലേക്ക് ഈ മെസ്സേജ് കടത്തിവിട്ട റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യന് കാവൽ കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ സ്വീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സഹോദരിമാരോട്, നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ് എന്ന്? അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ് എന്ന് പറയാൻ പറ്റുന്ന കോലത്തിലേക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാലാണ് നമ്മുടെ സ്നേഹം പൂർണ്ണമാവുക. ഞാനൊരാളെ വിളിക്കുകയാണ്, എന്തിന്? വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട്. എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ, ഒരു കോളേജിൽ ഒരു സീറ്റ് കിട്ടണം, നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ കിട്ടും. ഞാൻ ആ കോളേജിലെ ഉദാഹരണമാണ് സംഭവിച്ചതല്ല, ഉദാഹരണം പറയാം. ആ കോളേജിൽ വിളിച്ചിട്ട് ഞാൻ പറയാണ്, ഞാൻ അംസ മിസ്ബാഹിലാണ്. അപ്പൊ തന്നെ അയാൾ ചെയ്ത് അംസ മിസ്ബാഹി. പിന്നെ എന്റെ റെക്കമെന്റ് എന്ത് വിലയുണ്ട്? ഞാൻ പറഞ്ഞാൽ കിട്ടണമെങ്കിൽ ആ അംസ മിസ്ബാഹി ഉസ്താദോട് അയാളെ ബഹുമാനിക്കണ്ടേ? എന്നാലല്ലേ എന്റെ വാക്കിന് വിലയുള്ളൂ. ഞാൻ അംസ മിസ്ബാഹി അങ്ങനെ ഇങ്ങനെ എല്ലാം ഉള്ളവരൊക്കെ തേച്ചും പറഞ്ഞു, അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇയാളോട് എന്താ പറയാ? ഞാൻ പറഞ്ഞാൽ കിട്ടുമെന്നാണോ പറയാ, അല്ലെ കിട്ടൂല എന്നാണോ പറയാ? എവിടെ ആദരവുണ്ടോ, സ്നേഹമുണ്ടോ, ബന്ധമുണ്ടോ അവിടെ റെക്കമെന്റ് നടക്കുള്ളൂ, അല്ലാത്തത് നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ശഫാഅത്ത് തേടുമോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്